വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വീഡിയോകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാലറിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന കാണികൾ നടുക്കുള്ള ചെറിയ ഗ്രൗണ്ടിൽ മതയാനകളെ പോലെ രണ്ട് മല്ലന്മാർ ഇടതും മുഷ്ടി നിലത്തൂന്നി കണ്ണിൽ നോക്കി നിൽക്കുന്നു. റഫറി രണ്ടുപേരും നിൽക്കുന്നത് ശരിയാണോ എന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് കയ്യിലെ ദണ്ടുയർത്തി. അടുത്ത നിമിഷം മല്ലന്മാർ ഏറ്റുമുട്ടാൻ തുടങ്ങി. ഇടിയില്ല, തൊഴിയില്ല, ഒന്നുമില്ല. വെറും മൽപിടുത്തം മാത്രം. എതിരാളിയെ തള്ളി റിങ്ങിന് പുറത്താക്കാനോ മലർത്തി അടിക്കാനോ ആണ് ശ്രമം. ഒടുവിൽ ഒരാൾ അതിൽ വിജയിച്ചു. എതിരാളിയെ തള്ളി റിങ്ങിന് പുറത്താക്കി വെറും 1 മിനിറ്റിനുള്ളിൽ. മത്സരം ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. സുമോ ഗുസ്തി തന്നെ, ജപ്പാന്റെ ദേശീയ വിനോദം. സുമോയുടെ ചരിത്രം അന്വേഷിക്കുന്നവർ എത്തിച്ചേരുക ജപ്പാനിലെ ഏറ്റവും പഴയ ചരിത്ര രേഖകളിൽ ഒന്നായ നിഹോൺ ഷോക്കിയിലാണ്. AD 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ രേഖയിൽ BC 23 നടന്ന ഒരു സുമോ ഗുസ്തി മത്സരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എഴുതപ്പെട്ട ചരിത്രം അനുസരിച്ച് തന്നെ സുമോയ്ക്ക് 2000-ലധികം വർഷം പഴക്കമുണ്ട്. എന്നാൽ ആദ്യകാലത്തെ സുമോ മത്സരങ്ങളിൽ ഇന്നുള്ള പോലെ ആയിരുന്നില്ല. നിയമങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു. അക്കാലത്ത് മത്സരത്തിനിടയിൽ എതിരാളികളെ കൊല്ലുക പോലും ചെയ്യാമായിരുന്നു. രണ്ടു പക്ഷം തമ്മിലുള്ള തർക്കം തീർക്കാനായി സുമോ ഗുസ്തിക്കാർ ഏറ്റുമുട്ടിയിരുന്നത്രേ. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു അംഗച്ചേവകന്മാരെ പോലെ. സുമോയുമായി ബന്ധപ്പെട്ട് പലവിധ വിശ്വാസങ്ങളുണ്ട് ജപ്പാനിൽ. സുമോ അവതരിപ്പിച്ചാൽ വിളവെടുപ്പ് കെങ്കേമമാകുമെന്ന് പുരാതന ജാപ്പനീസ് ജനത വിശ്വസിച്ചിരുന്നു. പഴയകാലത്ത് ആരാധനാലയങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണികൾക്ക് മുമ്പ് സുമോ മത്സരം നടത്തിയിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ജപ്പാൻകാർ സുമോ ഗുസ്തി മത്സരം നടത്തിപ്പോന്നു. ജപ്പാനിലെ പുരാതന മതമായ ഷിൻഡോയുമായി സുമോ ഗുസ്തിക്ക് ബന്ധമുണ്ട്. ഷിൻഡോയുടെ ചടങ്ങുകൾ പണ്ട് പ്രാർത്ഥനയ്ക്ക് തുല്യമായി സുമോ അവതരിപ്പിച്ചിരുന്നു. കൂടാതെ വിശുദ്ധ ചടങ്ങുകളിൽ പ്രാരംഭമായി സുമോ അവതരിപ്പിച്ചിരുന്നു. ഇന്നും സുമോ അവതരിപ്പിക്കുന്ന അരങ്ങിനെ വിശുദ്ധമായി തന്നെയാണ് കരുതുന്നത്. അരങ്ങിലേക്ക് കാൽ കുത്തുന്നതിന് മുമ്പായി സുമോ യോദ്ധാക്കൾ ഒരു പിടി ഉപ്പ് വിതറുന്നത് പതിവാണ്. ഇതും ഷിൻഡോ മത ചടങ്ങുകളുടെ ഭാഗമാണ്. ജപ്പാനിലെ ചക്രവർത്തിമാർ സുമോയ്ക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. സുമോ ഗുസ്തിക്കാർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും നൽകി. അവരിൽ ചിലരെ കൊട്ടാരം കാവലിന്റെ ചുമതലയും ഏൽപ്പിച്ചിരുന്നു. സുമോ ഒരു കായിക വിനോദമെന്ന നിലയിൽ ജപ്പാനിൽ വ്യാപകമായത് 8-ാം നൂറ്റാണ്ടിലാണ്. എങ്കിലും ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല അന്നത്തെ മത്സരങ്ങൾ. ബോക്സിംഗും ഗുസ്തിയും കൂടിച്ചേർന്ന രീതിയിലായിരുന്നു അക്കാലത്തെ സുമോ പോരാട്ടങ്ങൾ. 15-ാം നൂറ്റാണ്ടായതോടെ ഈ രീതിക്ക് മാറ്റം വന്നു. സുമോയുടെ നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന തരത്തിലുള്ള സുമോ ഗുസ്തിയുടെ ആരംഭം അക്കാലത്തായിരുന്നു. 17-ാം നൂറ്റാണ്ടായതോടെ സുമോ ജപ്പാന്റെ ദേശീയ കായിക വിനോദമായി മാറി. ഇപ്പോൾ വർഷം തോറും 6 വൻ സുമോ ടൂർണമെന്റുകൾ ജപ്പാനിൽ നടക്കുന്നുണ്ട്. ഓരോ ടൂർണമെന്റും 15 ദിവസം നീണ്ടു നിൽക്കും. അവസാന ദിവസം ടൂർണമെന്റിലെ വിജയിക്ക് എംപറേഴ്സ് കപ്പ് സമ്മാനിക്കും. ടൂർണമെന്റിൽ ഒരു ദിവസം 350 മുതൽ 400 പോരാട്ടങ്ങൾ വരെ നടക്കാറുണ്ട്. സുമോ ഗുസ്തിയിൽ പങ്കെടുക്കുന്നവർക്ക് ഭാരത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണമില്ല. എത്ര കൂടുതൽ ഭാരമുണ്ടോ അത്രയും നല്ലത്. അതുകൊണ്ട് കൂടുതൽ തടി ഉണ്ടാക്കുക എന്നതാണ് ഗുസ്തിക്കാരുടെ ലക്ഷ്യം. നല്ല ഭക്ഷണവും ഭാരം കുറയ്ക്കാത്ത രീതിയിലുള്ള പരിശീലനവുമാണ് സുമോ ഗുസ്തിക്കാരുടെ കരുത്തിന്റെ രഹസ്യം. പരമ്പരാഗത രീതിയിലെ പരിശീലനത്തിൽ ഷിക്കോ എന്നും ടെപ്പോ എന്നും 2 രീതികളുണ്ട്. കാലുകൾക്കും ഇടുപ്പിനും ബലം വർദ്ധിക്കുന്ന പരിശീലന മുറകളാണ് ഷിക്കോ. കളിമണ്ണിൽ പാദം ഉറപ്പിച്ചു നിർത്തി ഒന്നിടവിട്ട് ഓരോ കാലുകളിൽ പൊങ്ങിച്ചാടുന്ന പരിശീലനമാണത്. ഒരു മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന തടി കൊണ്ടുള്ള പോസ്റ്റിൽ പ്രത്യേക രീതിയിൽ അടിക്കുകയും ശരീരം വഴക്കുകയും ചെയ്യുന്ന രീതിയാണ് ടെപ്പോ. കാലുകളുടെ പേശികൾ അയക്കുന്നതിനൊപ്പമുള്ള വ്യായാമത്തിന് ഷിൻക്യാക്കു എന്നാണ് പറയുക. ഗുസ്തിക്കാർ അന്യോന്യം ഏറ്റുമുട്ടിയും പരിശീലനം നടത്താറുണ്ട്. ചിലപ്പോൾ എതിരാളിയല്ലാതെ ഉണ്ടെന്ന് സങ്കല്പിച്ചാണ് പരിശീലന പോരാട്ടം എന്ന് മാത്രം. സുമോ ഗുസ്തിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.